അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ ദീനാകുന്ന ഈ മഹത്തായ വെളിച്ചം നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ അമ്പിയാക്കളോടും ആ പാത പിന്തുടർന്ന ഉലമാക്കളോടും ഔലിയാക്കളോടുമാണ്. ഒരു പ്രവാചകൻ്റെയോ ഒരു പണ്ഡിതൻ്റെയോ ഒരു വലിയൻ്റെയോ ദൗത്യം അവരുടെ മരണത്തോടെ അവസാനിക്കുന്നില്ല എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹിതമായ ആശയം. മരണത്തിനപ്പുറത്തേക്കും പ്രബോധനം തുടരുന്നവരാണവർ. അവരുടെ ജീവിതം പോലെ തന്നെ അവരുടെ മരണവും ഒരു പ്രബോധനമാണ്. ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോഴുള്ളതിനേക്കാൾ ശക്തമായ പ്രബോധനം സാധ്യമാകുന്നത് മരണാനന്തരമായിരിക്കും. എങ്ങനെയാണ് അവർ പ്രബോധനം തുടരുന്നത്? അവരുടെ ജീവിതകാലത്ത് അവർ പകർന്നു നൽകിയ ഇൽമ്, അവരുടെ ശിഷ്യഗണങ്ങൾ, അവർ രചിച്ച ഗ്രന്ഥങ്ങൾ, അവർ കാണിച്ചു തന്ന മാതൃകകൾ, ഇവയെല്ലാം അവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്തിനേറെ, അവരുടെ വഫാത്തിന് ശേഷം അവരെ ഓർക്കുന്ന ഓരോ മനസ്സും, അവരുടെ ജീവിതം അയവിറക്കുന്ന ഓരോ നാവുകളും ആ പ്രബോധന ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ഈ ആശയത്തെയാണ് ചില ആളുകൾ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നത്. മരണത്തോടെ എല്ലാം കഴിഞ്ഞു എന്നവർ വാദിക്കുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിൽ ഭൗതികമായ വേർപാട് മാത്രമാണ് മരണം. ആത്മീയമായ ബന്ധവും അവർ തെളിച്ച വെളിച്ചവും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ സത്യം എത്ര മനോഹരമായാണ് നമ്മുടെ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചറിഞ്ഞത്. ഈ അടുത്ത് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയങ്കരനായ ഉസ്താദ് മർഹൂം മസൂദ് സഖാഫി നവറല്ലാഹു മർഖദഹു തങ്ങളുടെ വിയോഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആ ജീവിതം ഒരു പ്രസംഗമായിരുന്നു. ആ വിയോഗം അതിലും വലിയൊരു പ്രസംഗമായി മാറി. ശൈഖുന AP മുഹമ്മദ് മുസ്ലിയാർ കാണ്ടുപുരം ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൊരാളായി അറിവിൻ്റെയും വിനയത്തിൻ്റെയും വഴിയിൽ സഞ്ചരിച്ച ആ മഹാൻ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു യാത്രയ്ക്കിടയിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ മരിക്കുന്നു, എങ്ങനെ മരിക്കുന്നുവോ അങ്ങനെ പുനർജീവിക്കുന്നു എന്ന പ്രവാചക വചനത്തിൻ്റെ മനോഹരമായൊരു നേർസാക്ഷ്യമായി ആ വിയോഗം മാറി. എന്തായിരുന്നു മസൂദ് സഖാഫി ഉസ്താദിൻ്റെ പ്രബോധന ശൈലി? അതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. കാതടപ്പിക്കുന്ന ശബ്ദഘോഷങ്ങളോ അലങ്കാരങ്ങൾ നിറഞ്ഞ സങ്കീർണമായ ഭാഷാപ്രയോഗങ്ങളോ ആയിരുന്നില്ല ആ ഉസ്താദിൻ്റെ മുതൽക്കൂട്ട്. മറിച്ച് തികച്ചും ലളിതമായ ഹൃദയത്തിൻ്റെ ഭാഷ കൊണ്ടാണ് അദ്ദേഹം ജനങ്ങളോട് സംവദിച്ചത്. പാണ്ഡിത്യത്തിൻ്റെ ഗരിമയല്ല, വിനയത്തിൻ്റെ സൗന്ദര്യമാണ് ആ മുഖത്ത് നാം കണ്ടത്. സദാ പുഞ്ചിരി തൂകുന്ന ആ മുഖം, പ്രിയപ്പെട്ടവർ ഓർക്കുന്നതുപോലെ ആ മൈലാഞ്ചി മുഞ്ചുള്ള പ്രസന്നമായ മുഖം, അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രബോധനം. സ്നേഹം കൊണ്ടും പുഞ്ചിരി കൊണ്ടുമാണ് അദ്ദേഹം ഹൃദയങ്ങൾ കീഴടക്കിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അനേകം ജനങ്ങളെ തൻ്റെ ശൈലി കൊണ്ട് ദീനിൻ്റെ വഴിയിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ആ ഉസ്താദ് നിർവഹിച്ച, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രബോധനം നമുക്ക് വലിയ പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ വഫാത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്നേഹിതരും പ്രബോധിതരുമായ അനേക ലക്ഷ്യങ്ങൾ ആ വ്യക്തിജീവിതത്തിലെ എളിമയും സൂക്ഷ്മതയും സ്നേഹവും എടുത്തു പറയുന്നത് നാം കേൾക്കുന്നു. വിമർശകർക്ക് പോലും അംഗീകരിക്കേണ്ടി വന്ന ആ പ്രബോധന ശൈലി ഇന്നത്തെ പ്രബോധകർക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മസൂദ് സഖാഫി ഉസ്താദ് നമ്മോടൊപ്പം ഭൗതികമായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രബോധനം അവസാനിച്ചിട്ടില്ല. അത് കൂടുതൽ ശക്തിയോടെ തുടരുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓരോ ഓർമ്മപ്പെടുത്തലുകളും, അദ്ദേഹത്തിൻ്റെ നന്മകൾ പങ്കുവയ്ക്കുന്ന ഓരോ സദസ്സുകളും, ആ ജീവിതം മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും ആ പ്രബോധന ദൗത്യത്തിൻ്റെ തുടർച്ചയാണ്. ഇതാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും പണ്ഡിതന്മാരുടെയും അനന്തരാവകാശികളുടെ പാത. അല്ലാഹു ആ ഉസ്താദിന്റെ ദരജ ഉയർത്തട്ടെ, അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാർക്കും കുടുംബത്തിനും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആ പുഞ്ചിരിക്കുന്ന മുഖം നാളെ സ്വർഗത്തിന്റെ ആരാമത്തിൽ വെച്ച് കാണാനും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചുകൂടാനും റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.